വിനുവിനൊന്ന് തിരിഞ്ഞ് നോക്കുകയോ ഇല്ലാതെ പെട്ടെന്നൊരു ബൈക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. നിലവിൽ ഇവിടെയുള്ള ഒരു CCTV വർക്കിങ്ങുകളല്ല. അതെന്തിനാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയണം. കാരണം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്കുമല്ല പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ രൂപയുടെ ക്യാമറകളെ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു പ്രയോജനമില്ല, ഡമ്മിയാണിതെല്ലാം. റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ വെച്ചിരുന്ന ക്യാമറ ഉണ്ടല്ലോ, അത് മാസങ്ങളായിട്ട് സെർവറിൻ്റെ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് പ്രവർത്തനരഹിതമാണ്. അതിനകത്ത് ഒരു റെക്കോർഡാവത്തില്ല. ഇത്ര വലിയൊരു സിറ്റിയിൽ ആർക്കും ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയാണ്. നമസ്കാരം. വാഹനാപകടത്തിൽ മരണപ്പെട്ട തങ്ങളുടെ കൂട്ടുകാരന് നീതി തേടി സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരുപറ്റം സുഹൃത്തുക്കൾ. തൃശൂർ സ്വദേശിയായ വിനുവാണ് ഡിസംബർ 17-ന് രാവിലെ 8 മണിയോടുകൂടി എറണാകുളം ഇടപ്പള്ളി ജംഗ്ഷന് അടുത്തുള്ള കുന്നുംപുറം പാലത്തിൽ വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത്. 2 ബൈക്കുകൾ വിനുവിൻ്റെ വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു. എന്നാൽ ഇടിച്ച ബൈക്കുകൾ നിർത്താതെ കടന്നു കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നാളിതുവരെ വാഹനങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ഒരു അവസ്ഥയിലാണ് സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയ വഴി ഈ വാഹനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ അനുരാജ്, ബിനീഷ് എന്നിവർ മറുനാടനോടൊപ്പം ചേരുന്നു. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. അന്ന് വിനു രാവിലെ ഒരു അമ്മയുടെ ഒരു കോൾ ഉണ്ടായിരുന്നു. കാരണം ഒരു അമ്മയുടെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വീട്ടിലേക്ക് പോയതാണ്, തൃശ്ശൂരേക്ക് പോയതാണ് ഓഫീസിൽ നിന്ന്. പോകുന്ന വഴിക്ക് നമ്മുടെ കുന്നുംപുറം പാലത്തിനടുത്ത് വെച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഏകദേശം ഒരു 8-4 അടുപ്പിച്ചാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒരു ബൈക്കിനെ തട്ടി രണ്ട് ബൈക്കായിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടായത്. ആദ്യം ഒരു ബൈക്കിനെ ഇടിച്ചു, അതിന് ശേഷം വിനു വേറൊരു ബൈക്കിലേക്ക് ചെന്ന് ഇടിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇത് മെയിനായിട്ട് നമ്മളിത് ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങാനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു സമയത്ത് ഈ 2 വണ്ടിയിലാണ് ഇടിക്കുന്നത്. ആദ്യത്തെ ഒരു ബൈക്കിൽ ഇടിക്കുന്ന ആൾ അവിടെ വീഴുകയും പിന്നെ ആ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് വിനുവിനൊന്ന് തിരിഞ്ഞ് നോക്കുകയോ ഇല്ലാതെ പെട്ടെന്നൊരു ബൈക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. അത് നിലവിൽ ഏകദേശം ഒരു 10 ദിവസത്തോളമായി. ഇത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ പോലീസിലെ SI ആയിട്ട് നമ്മൾ സംസാരിച്ച സമയത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഇവിടെയുള്ള ഒരു CCTV വർക്കിങ്ങുകളല്ല. ഇവിടെ നമ്മുടെ റോഡിൽ വെച്ചിരിക്കുന്ന ഒരു CCTV വർക്കിംഗ് അല്ല. ഇതിന് തെളിവുകൾ കിട്ടാനും ഭയങ്കര പ്രശ്നങ്ങളായപ്പോൾ ഞങ്ങളോട് തന്നെ നിങ്ങളും നിങ്ങളുടേതായ രീതിക്കൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ രീതിയിൽ, നമ്മുടെ സുഹൃത്തുന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച വഴിക്കാണ് ഞങ്ങൾക്ക് ഇത്രയും തെളിവുകൾ കിട്ടിയത്. ഈ ബൈക്ക് ഞങ്ങൾ കണ്ടെത്താനും ഈ യാത്രക്കാരൻ പോയി ഈ ബിനുവിനെ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം നേരെ ഇവരൊരു സ്റ്റേഷനിൽ റിപ്പോർട്ട് ഇതുവരെ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ പ്രശ്നം. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് അവർക്കും എന്തെങ്കിലും പരിക്കുണ്ടാവണം. ഇപ്പം നിലവിൽ അവർക്കൊരു പരിക്കുമില്ല. അവർ നേരെ വേണ്ടിയിട്ട് നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്താതെ അവരെ സ്വന്തം ജീവനും കൊണ്ട് ഉടനെ അവിടുന്ന് രക്ഷപ്പെടാനാണ് നോക്കിയത്. അതെന്തിനാണ് രക്ഷപ്പെട്ടതെന്ന് നമുക്കറിയണം. കാരണം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്കുമല്ല പോയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും നാളത്തെ സകല CCTV എടുത്തതിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചത് ഏകദേശം 1 കിലോമീറ്റർ അടുപ്പിച്ച് ഇവന്മാർ വണ്ടി കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത്, അതായത് ഒരു ബൈ റൂട്ടിലേക്ക് കൊണ്ടുവന്ന് ഒതുക്കി നിർത്തിയിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്യുകയും അവിടെ നിന്ന് ആരൊക്കെയോ ഫോൺ ചെയ്യുകയും രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ട് അറിയാമായിരുന്നു ആ അപകടത്തിൽ അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് അവിടെ ഒന്ന് ഒളിച്ച് നിന്നത്? ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്, വിനുവിൻ്റെ കുടുംബത്തിന് അറിയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോഴും ഇത് വിടാതെ പിന്തുടരുന്നത്. ഇതൊരു സാധാരണ ആക്സിഡൻ്റ്. ഇതുവരെ ഇത്രയും പ്രശ്നങ്ങളായി ഇത്രയും മീഡിയാസൊക്കെ ഇടപെട്ടിട്ട് പോലും അവരൊരു സ്റ്റേഷനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വണ്ടിയാണ് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞ് ഇതുവരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിൽ ഞങ്ങൾ ഇന്നുവരെ സ്റ്റേഷനിൽ പോയപ്പോൾ റിപ്പോർട്ടില്ല. പക്ഷേ പോലീസൊക്കെ നമ്മുടെ ഇവിടെ നല്ല സഹകരണത്തിലാണ്. ഇപ്പം നിലവിൽ ഞങ്ങൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ വരെ പ്രതിയെ പിടിക്കും എന്ന് തന്നെയാണ്, ആക്സിഡൻ്റ് ഉണ്ടായ ബൈക്ക് പിടിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചത്. പക്ഷേ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും തെളിവുകളില്ല. അതായത് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ വാഹനത്തിൻ്റെ നമ്പർ ലഭ്യമല്ലാത്തതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതെ, നമുക്ക് 3-4 CCTV ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കുറേ കടകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വ്യക്തമല്ല. കറക്റ്റായിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ നമ്പറോ ആളുടെ മുഖമോ നമുക്ക് ഇതുവരെ വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല. തട്ടുന്നൊരു വണ്ടിയിൽ 2 പേരുണ്ടായിരുന്നെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ആ 2 പേരുടെ ഏകദേശം രൂപം വെച്ചിട്ടാണ്, ആ ടൈം അനുസരിച്ചാണ് ഞങ്ങൾ ഒരു അന്വേഷണം തുടങ്ങിയത്. അതായത് അവന് ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു ആ ടൈം അനുസരിച്ച് അതിലൂടെ പോകുന്ന വണ്ടികൾ അനുസരിച്ചാണ് ഞങ്ങൾ ഏകദേശം രൂപം വെച്ചിട്ടാണ് ഞങ്ങൾ ആ ഒരു കാൽക്കുലേഷനാണ് ഈ 2 വണ്ടി ഞങ്ങൾ കണ്ടെത്താൻ സാധിച്ചത്. 2 വണ്ടി കണ്ടെത്താൻ സാധിച്ചെന്ന് പറഞ്ഞാൽ ആക്സിഡൻറ്റ് ഉണ്ടായ എല്ലാ രൂപങ്ങളും ആ വണ്ടിയിലുണ്ട്. പിന്നെ അവർ അത് ഏകദേശം മാറി നിന്ന് അവർ സെർച്ച് ചെയ്യുന്നുണ്ട്, അവർ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അവർ നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ മുഖം ക്ലിയർ ആവുന്നില്ല. നമ്മുടെ ഈ ഒരു റോഡ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം വലിയ ഏറ്റവും കൂടിയ കോടിക്കണക്കിന് രൂപയുടെ ക്യാമറകളെ നിരത്തി വെച്ചിരിക്കുന്നത്. ഒരു പ്രയോജനമില്ല, ഡമ്മിയാണിതെല്ലാം.
വെറുതെ വെച്ചിരിക്കുകയാണ്. അതിനോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. അതും ഞങ്ങൾക്ക് തുറന്ന് പറയണം. കാരണം എന്ത് വേണമെങ്കിലും നടക്കാം. ഇവിടെ നിസ്സാരപ്പെട്ടൊരു വണ്ടി ഇടിച്ച് ഒരു 7 മണി 8 മണി ടൈമിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് അത് ഒരു CCTVയിലും ദൃശ്യങ്ങളിലും ആ ഒരു സമയത്ത് പതിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് പറയാൻ പറ്റുന്നു. ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതെല്ലാം നമ്മുടെ ഒരു ഓട്ടോ ആക്സിഡൻറ്റ് ഉണ്ടായി ഏകദേശം ഒരു 3 മിനിറ്റോളം വിനു റോഡിൽ കിടക്കുമായിരുന്നു. ഒരു ഓട്ടോ ബാക്കിൽ വന്നപ്പോഴാണ് ഓട്ടോക്കാരനാണ് പറയുന്നത് ഇന്ന ഷർട്ടിട്ട ആളാണ്, അവർ വണ്ടി നിർത്താതെ ഇന്ന ടൈമിൽ പോയിട്ടുണ്ടെന്നൊരു ഓട്ടോ ഡ്രൈവറിൻ്റെ മൊഴിയിലാണ് നമുക്കറിയാൻ സാധിച്ചത്. ഓട്ടോ ഡ്രൈവറാണ് വിനുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വാഹനം ഇടിച്ച ആളുകൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവർ തൊട്ടുപുറയിൽ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓട്ടോയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓട്ടോ ഡ്രൈവറിൻ്റെ ഒരു മൊഴിയിൽ നിന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതായത് ഈ ഒരു ഷർട്ടിട്ട ആളാണ്, ഇന്നൊരു വണ്ടിയാണ് നിർത്താതെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു കാൽക്കുലേഷനാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയതും. അയാൾ പറഞ്ഞ രീതിയിൽ തന്നെ അതേ കണക്ക് 2 വണ്ടികൾ പാസ് ചെയ്ത് പോകുന്നുമുണ്ട്, അതേ ഷർട്ടുണ്ട്. ആ വണ്ടികൾ ഇന്ന സ്ഥലത്ത് ഒളിച്ച് നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവർ. ഇപ്പം നിങ്ങൾ അപകടം ഉണ്ടായി 17-ാം തീയതിയാണ് അപകടം ഉണ്ടാകുന്നത്. ഇന്നിപ്പം 27 ആവുന്നു. ഇപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലേക്ക് പോകാനുണ്ടായ കാരണം എന്താ? ഞങ്ങൾ പോലീസിൻ്റെ അന്വേഷണവും കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയേറെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4-5 ദിവസമായിട്ടും അന്വേഷണത്തിൽ വലിയ പുരോഗതിയും കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ എളമക്കര പോലീസ് സ്റ്റേഷനായിട്ട് തന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ സാർമാർ പറഞ്ഞു നിങ്ങളുടേതായ രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കൂ, ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഈ അധികം പറഞ്ഞാൽ എടപ്പള്ളി ഭാഗത്തെ എല്ലാ ക്യാമറകളും നമ്മൾ ഓരോ വീടുകളിലെ പിന്നെ ഓരോ ഷോപ്പുകളിലെ ഒരു ക്യാമറയ്ക്കകത്തും ക്വാളിറ്റി ഇല്ല. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി, നമ്മുടെ നാട്ടുകാരുടെ സേഫ്റ്റിക്ക് വേണ്ടി, റോഡിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ വെച്ചിരുന്ന ക്യാമറ ഉണ്ടല്ലോ, അത് മാസങ്ങളായിട്ട് സെർവറിൻ്റെ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് പ്രവർത്തനരഹിതമാണ്. അതിനകത്ത് ഒരു റെക്കോർഡാവത്തില്ല. ഇത് എനിക്ക് പറയാനുള്ള എടപ്പള്ളി പോലുള്ള സ്ഥലത്ത് ഇത്ര വലിയൊരു സിറ്റിയിൽ ആരെയും കൊല്ലുകയോ മോഷ്ടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സിമ്പിളായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇത്ര ഷോപ്പുകൾ നോക്കിയിട്ട് ഒരു CCTVയിൽ പോലും വ്യക്തമായിട്ട് നമ്പർ കാണാൻ കഴിയില്ല. അവസാനം ഏറ്റവും അടുത്ത വണ്ടി കിട്ടിയ നമ്പർ കണ്ടിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളിലും നമ്മുടെ റോഡ് സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ക്യാമറ പ്രവർത്തനരഹിതമായിട്ടിരിക്കുന്ന വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇതുപോലെ എത്ര പേരായിരിക്കും രക്ഷപ്പെട്ടു പോയത്? ഒരാളെ വണ്ടി തട്ടി കൊന്നിട്ട് 10 ദിവസം പിന്നിട്ടു, ഇതുവരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കേരള പോലീസ് എളമക്കര പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് അന്വേഷണപരമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെവിടെയെങ്കിലും പോയി CCTV കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാർ തന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്ത് നമ്മളെ കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഉണ്ടായത്. പക്ഷേ നമ്മുടെ ഒരു സത്യത്തിൽ ഇത് കുറ്റകൃത്യം ഇപ്പോൾ ഈ ആക്സിഡൻറ്റ് നടന്നിട്ട് ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ വണ്ടി തട്ടിയവരെ പോലീസിന് സിമ്പിളായിട്ട് കൈ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളെ പെറ്റിയടിക്കാനും മറ്റുള്ള കാര്യത്തിനൊക്കെ ഇഷ്ടംപോലെ AI ക്യാമറകളുള്ള നാടല്ലേ. അതും ഈ എടപ്പള്ളി സിറ്റിയിൽ ഇഷ്ടംപോലെ ക്യാമറയുണ്ട്, പക്ഷേ ഒന്നുപോലും വർക്കല്ല. എത്ര ജീവനുകളാണ് നമ്മുടെ നിരത്തുകളിൽ പൊലിഞ്ഞു പോകുന്നത്? ഈ കൂട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട്, പോലീസുകാർ അവരോട് നല്ല രീതിയിൽ സഹകരിച്ചു, അവർക്ക് എല്ലാവിധ സഹായങ്ങളും പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ഒരു വലിയ പോരായ്മ ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ നിരത്തുകളിൽ കോടികൾ ചിലവഴിച്ച് 100,000 ക്യാമറകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയിൽ മിക്കവയും പ്രവർത്തനരഹിതമാണ്. ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുമായിരുന്നെങ്കിൽ തങ്ങളുടെ കൂട്ടുകാരന് ഈ ഒരു ഗതി ഉണ്ടാവില്ലായിരുന്നു എന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. എന്തുതന്നെയായാലും തങ്ങളുടെ കൂട്ടുകാരൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഈ സുഹൃത്തുക്കളുടെ നീതി തേടിയുള്ള പോരാട്ടത്തിൽ മറുനാടനും അവർക്കൊപ്പമുണ്ട്. എറണാകുളത്തു നിന്നും ക്യാമറമാൻ രഞ്ജിത്ത് എസ് പിള്ളയ്ക്കൊപ്പം നിഹൽ കക്കാടത്ത്, മറുനാടൻ TV.